നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നശിച്ച വൃത്തികെട്ടൊരു ദിവസമായിരുന്നു കേട്ടോ. ആ കഥ ഞാൻ വേദയോട് പറയുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാവേ. രാവിലെ നെട്ടയത്തായിരുന്നു. ഇന്നലെ നെട്ടയത്തായിരുന്നല്ലോ. രാവിലെ നെട്ടയത്തു നിന്നാണ് വേദയും കൊണ്ട് ഞാൻ വന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മുടെ റൂമിലൊരു സാരി സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അത് ഫുൾ തുണികൾ. എവിടെ നിന്നൊക്കെയുള്ള തുണികളാണെന്ന് അറിയത്തില്ല. വീട്ടിലുള്ള എല്ലാവരുടെ തുണികളും ആ സ്റ്റാൻഡിനകത്തുണ്ട് കേട്ടോ. എൻ്റെ റൂമിൽ ഇരുന്ന സ്റ്റാൻഡിൽ അച്ഛൻ മടക്കി പറക്കി കൊണ്ട് വയ്ക്കുന്നതാണ് എൻ്റെ തുണിയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ അതിനെല്ലാം ഒതുക്കി പറക്കി 7 മണിയായപ്പോൾ താഴെ വന്നു. വേദയും കൊണ്ട് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ വസ്ത്രയുടെ ഫോണുണ്ട്, എൻ്റെ ഫോണില്ല. ഈശ്വര, ഫോൺ എവിടെ പോയെന്ന് പറയും. വസ്ത്രയുടെ ഫോൺ എടുത്തപ്പോഴേക്കും അമ്മയുടെ 10 കോൾ അതിൽ കിടക്കുന്നു. അപ്പോൾ കാര്യം മനസ്സിലായി, എൻ്റെ ഫോൺ നെട്ടയത്ത് തന്നെ ഉണ്ടെന്ന്. ഞാനങ്ങനെ എന്നെ തന്നെ ശപിച്ചുകൊണ്ട്, ഏട്ടാ ഇത്തിരി പോയി ഫോൺ എടുത്തിട്ട് വരുമെന്ന് ചോദിച്ചപ്പം ഇല്ല, എനിക്ക് വേറെ കുറച്ച് പണികളുണ്ട്. രാവിലെയാണേ 7 മണിക്കായിട്ട് എന്തൊക്കെ പണികളുണ്ടെന്നേ. എനിക്കെൻ്റെ ദേഷ്യം വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അവിടെ നിന്നും കൊണ്ടുവന്നാൽ ചില ദിവസങ്ങളിൽ ഏട്ടൻ ഇറങ്ങത്തില്ല കേട്ടോ. ഞാൻ വന്നിട്ട് പുട്ടൊക്കെ വേവിക്കാനായിട്ട് നിന്നപ്പോഴാണ് ഫോൺ, പുട്ട് വേവിക്കാനല്ല, സ്കൂട്ടറിൻ്റെ ഇത് സീറ്റ് ഓപ്പൺ ചെയ്തപ്പോഴേ ഫോണില്ല എന്ന് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു, പുട്ടൊക്കെ വേവിക്കാൻ വെച്ചിട്ട് പച്ചക്കറിയൊക്കെ എടുത്ത് അടുപ്പത്തിട്ടിട്ട് ഒരു 2-3 വിസിലൊക്കെ കേൾപ്പിച്ചിട്ട് നെട്ടയത്ത് പോയി ഫോൺ എടുത്തിട്ട് വന്നു. ഫോൺ എടുത്തിട്ട് വന്നപ്പോഴാണ് ഇന്നലത്തെ വീഡിയോ ഇതുവരെ എഡിറ്റ് ചെയ്തില്ല. രാവിലെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്തു. അത് അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു. കുറച്ച് നേരം ആ പണി ഉണ്ടായിരുന്നു കേട്ടോ. എഡിറ്റിങ്ങും വോയിസ് ഓവറും ഒക്കെ ചെയ്ത് വന്നപ്പോൾ ഒരു സമയമായി. അപ്പോഴത്തേക്കും പുട്ടും ആയി കറിയും ആയേ. പുട്ടും കറിയും ഏട്ടന് കഴിക്കാൻ കൊടുത്തിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാനായിട്ട് കയറിയിട്ട് ഇറങ്ങിയപ്പോഴേക്കും എന്താ, നമ്മുടെ ഏതറിന് ഇന്ന് സർവീസിൻ്റെ ദിവസമായിരുന്നു. സർവീസിന് കൊടുക്കണം. അങ്ങനെ അതും കൊണ്ട് സർവീസിന് പോയിട്ട് ഏട്ടൻ പിറകെ വന്നു. ഏട്ടൻ്റെ പിറകെ കയറി സർവീസിന് എടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നു. എന്നിട്ട് എൻ്റെ അമ്മോ തിരുമല ജംഗ്ഷനിൽ അങ്ങോട്ട് വന്നു. എൻ്റെ അമ്മോ എന്തൊരു ബ്ലോക്ക്! 1 മണിക്കൂർ. സാധാരണ ബൈക്കിൽ വന്നാൽ നമ്മൾ എത്ര ബ്ലോക്കാണെങ്കിലും നുഴങ്ങി ഏത് വഴി കൂടെങ്കിലും കയറിപ്പോവും. 1 മണിക്കൂർ ബൈക്കിൽ വന്നിട്ട് പോലും ഒരു മനുഷ്യർക്ക് പോലും അനങ്ങാൻ പറ്റാതെ ആ ബ്ലോക്കിൽ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോഴുണ്ട് സമയം 11 മണി. വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഓടിപ്പിടച്ച് വന്ന് മീൻ വാങ്ങിയില്ല. മീനെല്ലാം വാങ്ങി നേരെ വീട്ടിൽ വന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 11:30 മണിയായിക്കാണ് അപ്ലോഡ് ആവാനായിട്ട്. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ അവസ്ഥ കേട്ടോ. എന്നിട്ട് ചെമ്മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിനെ വെട്ടി വൃത്തിയാക്കി തന്നെ വാങ്ങിയത്. ചെമ്മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിനെ തീയൽ വെച്ചു, അവിയൽ വെച്ചു, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു. വച്ചിട്ട് വന്ന് കുറച്ച് വീഡിയോ കൊളാബ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് വന്നപ്പോഴേക്കും അടുത്ത വേദ ഏട്ടൻ കൊണ്ടുവന്ന് ആക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഏതൊരു സർവീസിന് കൊടുത്തേക്കില്ല, അത് ചെന്നെടുക്കാനായിട്ട് പോയി. അവിടെ നിന്ന് നേരെ വീണ്ടും എനിക്ക് നെട്ടയത്ത് വരേണ്ട ഒരു കുഞ്ഞാവശ്യം ഉണ്ടായിരുന്നു. നെട്ടയത്ത് വന്നു. ഇവിടെ വന്നപ്പോൾ അമ്മയുടെ അവസ്ഥ ഇത് തന്നെ കേട്ടോ. രാവിലെ ബാങ്കിലും പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ബാങ്കിൽ അച്ഛനും അമ്മയ്ക്കും പോകേണ്ടത് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പോയിട്ട് അവരും ഇപ്പോഴും വൈകുന്നേരം 5 മണിക്ക് വീട്ടിൽ വന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ ഇരുന്ന് വിഷമം പറയണേ. അങ്ങനെ നെട്ടയത്ത് പോയി കുറച്ച് സമയമല്ല ഇരുന്നിട്ട് വന്നപ്പോഴേക്കും മീഷോയിൽ ഏതാണ്ടൊക്കെ ഓർഡർ ചെയ്തതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമില്ല, ക്ലോക്ക്. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഓരോന്ന് കാണുമ്പോൾ അങ്ങ് ഓർഡർ ചെയ്യും കേട്ടോ. ഫോട്ടോയിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും, വരുമ്പോൾ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതത്ര ഭംഗിയുള്ള കാണാൻ കൊള്ളാം, പക്ഷേ അത് ഭയങ്കര ലോക്കൽ സാധനം കേട്ടോ, കൊള്ളത്തില്ല. റിട്ടേൺ അയക്കുകയാണ്. 6 ക്ലോക്ക് എന്തോ ഞാൻ ഓർഡർ ചെയ്തു. തലയ്ക്ക് വട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതെല്ലാം റിട്ടേൺ ചെയ്യും, ഒന്നും ഒരു ഭംഗിയില്ല. വീണ്ടും അതും ക്ലോക്കാണ്. ഞാൻ വേദയുടെ റൂമിൽ വയ്ക്കാനായിട്ട് വാങ്ങിയതാണ്. പക്ഷേ അത് ഡാമേജ് കേട്ടോ. അതത്ര ക്വാളിറ്റി ഒന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങ് തിരിച്ച് റിട്ടേൺ ചെയ്തേക്കാമെന്ന് കരുതി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ ഭയങ്കര ഒരു മാതിരി പ്ലാസ്റ്റിക് പോലെ ഇരിപ്പുണ്ട്. തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി വരുന്ന അത്രയ്ക്കും നൈസായിട്ടുള്ള കൂതറ പ്ലാസ്റ്റിക്, അതായത് മോശം പ്ലാസ്റ്റിക് കേട്ടോ. അതുകൊണ്ട് അതിനങ്ങ് റിട്ടേൺ അയക്കാമെന്ന് കരുതി. അതിൻ്റെ സൂചിയും നൂലും അല്ല, അതിനെന്താ പറയേണ്ടത്, ആ സൂചിയൊക്കെ എന്തോ പറയുമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഞാൻ മറന്നുപോയി ദൈവമേ. ആ സാധനമൊക്കെ സെപ്പറേറ്റ് ആട്ടോ, അതിന് നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. ഇതൊക്കെ ഇളകി പറഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. അതിനി അങ്ങനെയാണോ എന്നറിയത്തില്ല. എന്തായാലും അതിനങ്ങ് റിട്ടേൺ അയച്ചേക്കാമെന്ന് കരുതി. ഞാൻ മീഷോൻ്റെ ആളാണ് കേട്ടോ. ഇങ്ങനെ മീഷോ ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുക. അതെന്ന് വെച്ചാൽ അതിലൊരു 150 രൂപയുടെ സാധനം പോലും നമുക്ക് ഡെലിവറി ചാർജ് കൊടുക്കണ്ട. ആമസോണിന് ഫ്ലിപ്കാർട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെലിവറി ചാർജ് കൊടുക്കണ്ട. അപ്പോൾ ഇതാകുമ്പോൾ ഡെലിവറി ചാർജ് കൊടുക്കണ്ട. ചുമ്മാ ഇരിക്കുന്നതെല്ലാം അങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നല്ല സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഞാൻ ആമസോണോ ഫ്ലിപ്കാർട്ട് ഞാനില്ല. എനിക്ക് ആമസോണാണ് ഏറ്റവും ഇത് കേട്ടോ. എന്തുണ്ടെങ്കിലും ഫസ്റ്റ് ആമസോൺ എടുക്കും, ആദ്യം മീഷോ എടുക്കും. അതിൽ ലോക്കൽ സാധനമാണെങ്കിൽ നല്ല സാധനമാണെങ്കിൽ ആമസോണിലേക്ക് പോകും. പിന്നെ ഫ്ലിപ്കാർട്ട്, പിന്നെ ആമസോണിലൊന്നും കിട്ടാതെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വല്ലപ്പോഴും ഞാൻ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്യാറുള്ളൂ. ആമസോണാണ് എൻ്റെ പ്രിയപ്പെട്ടത്. അപ്പോൾ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്, വെബ്സൈറ്റ് അല്ലല്ലോ, എന്താണ് പറയണത്,
ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം. യെസ്, ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം ഏതാണെന്ന് പറയൂ. വസ്ത്ര ബൈ ശ്രീകുട്ടിയുടെ അതിൻ്റെ കൂട്ടത്തുണ്ടാവണം കേട്ടോ. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേരിൽ വസ്ത്ര ബൈ ശ്രീകുട്ടിയുടെ ഉണ്ടാവണത് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ചുമ്മാ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു തള്ളും. പിന്നെ വേദ വന്ന വഴിക്ക് ബ്രെഡും ചീസും ഒക്കെ ഏട്ടൻ വേദ വിളിച്ചിട്ട് വന്നു. അപ്പോഴേക്കും ഞാനും എത്തി. ബ്രെഡും ചീസും ഇന്നലെ അവക്കാട ഇവിടെ നിന്ന് വാങ്ങിയല്ലോ, ലുലുന്ന് വാങ്ങിയുണ്ട്. അവക്കാട ടോസ്റ്റ് ഉണ്ടാക്കുകയാണ് വേദ, തനിയെ തന്നെ ഉണ്ടാക്കുകയാണ്. ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടോ. ഫുഡ് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ലഞ്ച് ബോക്സ് ഇതുവരെ ഞാനിന്ന് വെള്ളത്തിലിടറി സിങ്കിലേക്ക് ഇടടിയെന്ന് പറയാത്തത് കൊണ്ട് അവൾ ഇട്ടില്ല. അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞാലേ ഇടാവോ, വന്നാലുടനെ അത് ചെയ്തോളണം, അവനവൻ്റെ പാത്രം കഴുകി വെച്ചോളണം എന്നൊക്കെ പറയണം കേട്ടോ. പണ്ട് വേദ കുറച്ചുകൂടെ നല്ല സ്വഭാവമായിരുന്നു. ഇപ്പം എന്നോട് കൂടി അവൾ ഇങ്ങനെ ആയെന്ന് തോന്നുന്നു. പക്ഷേ വേദ ട്യൂഷനെല്ലാം കഴിഞ്ഞിട്ട് വന്ന് അവക്കോടെ ടോസ്റ്റൊക്കെ ഉണ്ടാക്കി തനിയെ കഴിക്കുകയാണ്. കൊള്ളാം, നൈസായിട്ടുണ്ട് കേട്ടോ. ചീസൊക്കെ അതിൽ വെച്ച് ഞാൻ ഇന്നാൾ ഉണ്ടാക്കി കൊള്ളത്തില്ലായിരുന്നു. ലൈം ജ്യൂസ്, സോസ്, മേണേഴ്സ്, ഹെൽത്തി മേണേഴ്സ്, അവോക്കാഡോ ഏതാണ്ടൊക്കെ വെച്ചുള്ളൊരു സാധനം ഉണ്ടാക്കി കൊള്ളാം. ഞാൻ അത്രയും വഴക്ക് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ വെറുപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതേ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇനി അവൾ പഠിത്തമാണ് കേട്ടോ. എനിക്കിനി അടുത്ത പണിയെന്ന് പറഞ്ഞാൽ ചെമ്മീൻ കറി വെച്ചത് ഇരിപ്പുണ്ട്. കൊഞ്ച് തീയൽ വെച്ചു, ചെമ്മീൻ തീയൽ വെച്ചു. നമ്മളിവിടെ കൊഞ്ചാട്ടോ, ചില നാട്ടിൽ ചെമ്മീൻ ആയതുകൊണ്ടാണ് ഞാൻ ചെമ്മീൻ എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ പറയില്ല, അവിയൽ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ വെച്ചു. വെണ്ടയ്ക്ക കൊള്ളതില്ലായിരുന്നു, അതെടുത്ത് കളഞ്ഞു. അവിയൽ വെച്ചു, അതൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞു കേട്ടോ. കുറച്ചേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൈകിട്ടിനി പുട്ടും ചെമ്മീൻ്റെതുണ്ടല്ലോ അതും വെച്ച് കഴിക്കാമെന്ന് കരുതി. പിന്നെ വസ്ത്രയുടെ കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് ഇന്ന് എൻ്റെ എല്ലാ പരിപാടികളും ഇന്ന് രാത്രി, അതായത് ഇന്നലെ രാത്രി തന്നെ തീർത്ത് വയ്ക്കണം. കാരണം നാളെ രാവിലെ, അതായത് ഇന്ന് രാവിലെ എനിക്ക് കുറച്ചേറെ പരിപാടികളുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ വസ്ത്രയുടെ പാക്കിംഗ് എല്ലാം ചിലപ്പോൾ ഞാൻ കുറച്ചൊക്കെ പാക്ക് ചെയ്തിട്ട് ബാക്കി രാവിലെ ആയിരിക്കും പാക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ എല്ലാം പാക്ക് ചെയ്യണം. വീഡിയോ എഡിറ്റിംഗ് ചിലപ്പോൾ ഇതുപോലെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് നാളേക്കായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ കുറച്ചേറെ കാര്യങ്ങൾ ഇന്ന് രാത്രി ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അതെല്ലാം പെൻഡിങ് ആണ്. അങ്ങനെ അതെല്ലാം ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് പതിയെ വിശപ്പടിച്ചപ്പോൾ എനിക്കൊരു കൊതിയെ പാലും പഴവും അതിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട്. അങ്ങനെ ഏട്ടനോട് പറഞ്ഞു രസകദളി പഴം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഏട്ടൻ പോയി രസകദളി പഴം വാങ്ങിച്ചിട്ട് വന്നു. അതിൽ കുറച്ച് പഴമെല്ലാം അരിഞ്ഞിട്ട് കുറച്ച് നെയ്യും കൂടെ ഇട്ട് മിക്സ് ചെയ്ത്, മറ്റേ ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ചില അമ്പലങ്ങളിൽ കിട്ടും കേട്ടോ ഇതുപോലൊരു പ്രസാദം. ഇതിനെന്താ പറയുന്നത്, പഞ്ചാമൃതം എന്നാണ്. പഞ്ചാമൃതമല്ല, പാൽപ്പായസം അല്ല, എന്തോ പഞ്ചരസോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് കേട്ടോ. അതുണ്ടാക്കി കഴിക്കാനായിട്ട് കൊതിയായേ. അപ്പോൾ ഞാൻ കുറച്ചെടുക്കാമെന്ന് വെച്ചപ്പോൾ വേദയോട് ചോദിച്ചപ്പോൾ വേദയ്ക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് എടുത്തപ്പോഴേക്കും വേദയ്ക്ക് വേണ്ട കേട്ടോ. പിന്നെ അത് അത്രയും ഞാൻ കുടിക്കേണ്ടി വന്നു. അപ്പോഴേക്കും വയറ് കയറി വല്ലാതെ ആയിപ്പോയി. കുറച്ച് കൂടുതൽ പാലും എടുത്തു. ഒരു 3-4 പഴമല്ല ഞാൻ അതിൽ അരിഞ്ഞിട്ടു. കാരണം വേദയും കൂടി കഴിക്കുമല്ലോ എന്ന് കരുതി. ആ നെയ്യും കൂടി ആയപ്പോൾ എല്ലാം കൂടി ആയപ്പോഴേ വയറങ്ങ് ഫുള്ളായി. കുറേ മധുരം ഇട്ടു, പക്ഷേ മധുരം ഇട്ടിട്ടും ആ പാലിനൊരു മധുരം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനും വേദയും കൂടെ കഴിക്കാൻ നിന്ന സാധനം ഞാൻ മാത്രം കഴിക്കേണ്ടി വന്നു. പഴമാണെങ്കിൽ അത്ര പഴുത്തിട്ടുമില്ല കേട്ടോ. കുറച്ച് പച്ച പഴമായിരുന്നു. എനിക്ക് പച്ചപ്പഴമാണ് ഇഷ്ടമെങ്കിൽ ഇതൊട്ടും പഴുത്തിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര പച്ചയായിപ്പോയി. അങ്ങനെ അതുണ്ടാക്കി കഴിച്ചിട്ട് ഏട്ടന് വേണ്ടിയിട്ടുള്ള പുട്ടിന് വെച്ച് വേവിക്കാൻ വെച്ചു. പിന്നെ ഉച്ചത്തെ കറിയെല്ലാം ചൂടാക്കാനായിട്ട് വെച്ചു. ഇന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ചേറെ പരിപാടികൾ രാത്രി ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ രാത്രി കുറച്ച് ലേറ്റ് ആവുമെന്ന് തോന്നുന്നു ഞാൻ കിടക്കാനായിട്ട്. ഓരോന്നായിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്കാണ് എനിക്ക് പെട്ടെന്നൊരു വിശപ്പടിച്ചത്. ഇന്ന് ആക്ച്വലി ഞാനൊന്നും കഴിച്ചില്ല. അവിയൽ കുറച്ച് കഴിച്ചു, ചെമ്മീനൊക്കെ കൂട്ടി അവിയലൊക്കെ വെച്ച് കുറച്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അധികം ഒന്നും കഴിച്ചില്ല. സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചവച്ച് നടക്കും കേട്ടോ. അവിടെ പോയി എന്തെങ്കിലും എടുക്കും, ഇവിടെ പോയി എന്തെങ്കിലും എടുക്കും, എപ്പോഴും വായിക്കാത്ത എന്തെങ്കിലും വെച്ച് നടക്കണം. ഇന്നിപ്പോൾ എനിക്ക് ചവയ്ക്കാനുള്ള നേരം കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. നേരം കിട്ടാത്തത് കൊണ്ടാണ് ചവയ്ക്കാത്തത്, അല്ലെങ്കിൽ ചവച്ചാൻ. അപ്പോൾ എനിക്ക് നെട്ടയത്ത് പോയിട്ട് വന്നപ്പോൾ അവിടെ ഒരു കുന്തം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ സാധാരണ നെട്ടയത്തെങ്കിലും എന്തെങ്കിലും തേങ്ങ ഉണ്ടാവുന്നതാണ്, അവിടെ ഉണ്ടായിരുന്നില്ല. അമ്മ ഞാൻ പറഞ്ഞില്ല, അവർ ബാങ്കിൽ പോയിട്ട് വന്ന് അപ്പോഴും വന്നതേ ഉള്ളൂ. ഉച്ചയ്ക്കൊക്കെ അവർ എവിടെ നിന്ന് കഴിച്ചു എന്ന് അറിയത്തില്ല. അപ്പോൾ അമ്മ ഇന്നലത്തെ മട്ടൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയെല്ലാം അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു പതിയെ പോയാൽ മതിയെങ്കിൽ മട്ടൻ വെച്ച് തന്നു വിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എനിക്ക് പോകണമെന്നും പറഞ്ഞാൽ ഞാനിങ്ങ് വന്നു കേട്ടോ. അപ്പോൾ നാളെ രാവിലെ ഞാൻ വീണ്ടും നെട്ടയത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞെങ്കിൽ നാളെ രാവിലെ വരുമ്പോൾ മട്ടൻ തന്നു വിടാമെന്ന് പറഞ്ഞു. സത്യം കേട്ടോ, ഇന്നലെ ചിങ്ങ ഒന്നായിട്ട് അലച്ചിലായിരുന്നു. നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു തിരുമല അത്രയും ബ്ലോക്ക് വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തപ്പോൾ ഈ ചിങ്ങ ഒന്നായിട്ട് അമ്പലങ്ങളിലെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. അമ്പലത്തിലൊക്കെ പോകുന്ന ആൾക്കാരും മഴയായതുകൊണ്ട് കാറെടുത്തിട്ട് പോകുന്നവരും അങ്ങനെയൊക്കെ ആയിരുന്നു തിരക്കെന്ന് അറിയത്തില്ല.
ഭയങ്കര എനിക്കറിയില്ല 1 മണിക്കൂറോളം തിരുമല ജംഗ്ഷനിൽ അനങ്ങാണ്ട് കിടന്നു എന്ന് പറയണ്ടേ. എന്നിട്ടും ബ്ലോക്കായിരുന്നേ. ഏട്ടൻ എന്നിട്ടൊരു ഷോർട്ട് കട്ട് കയറി ഇപ്പുറം കുന്നിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ വന്ന് ഇറങ്ങി. അതുകൊണ്ട് മാത്രം ഞങ്ങൾ 1 മണിക്കൂറിൽ വീടെത്തി. അല്ലെങ്കിൽ വീണ്ടും ആ ഒരു ബ്ലോക്ക് ഞങ്ങൾ ഷോർട്ട് കട്ട് ഇറങ്ങി വന്നതിൻ്റെ അവിടെയും കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് അവിടെ ബ്ലോക്കായി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നേ നമ്മൾ അങ്ങനെയോ രക്ഷപ്പെട്ട് ഇങ്ങ് കയറി കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഒരു 2-3 മണിക്കൂർ അങ്ങനെ കിടക്കേണ്ടി വന്നാൽ. ഒരു ഓഫീസർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ പുള്ളി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കയ്യിൽ പറ്റത്തില്ല, പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത്രയും ബ്ലോക്ക് ആയിരുന്നായിരിക്കാം. പുള്ളി മറ്റുള്ള ഓഫീസേഴ്സിനെ കൂടി വിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പുള്ളി അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, എന്ത് ചെയ്യും എന്നുള്ള നിൽപ്പിലാണ് പുള്ളി നിൽക്കുന്നത്. നമ്മളും അതേ അവസ്ഥയിൽ എല്ലാവരും. ഭാഗ്യത്തിന് വെയിലുണ്ടായിരുന്നില്ല, മഴക്കാറായിരുന്നതുകൊണ്ട് ആ ഒരു ആശ്വാസം മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോദിക്കാൻ വിട്ടു, ആദ്യമേ ചോദിക്കണമെന്ന് കരുതിയ കാര്യമാണ്, ചോദിക്കാൻ വിട്ടുപോയി. എല്ലാവരുടെയും ഓണമൊക്കെ ഏതുവരെയായി? ഓണമൊക്കെ ഇങ്ങനെ എത്തിയോ? അത്തം തുടങ്ങിയല്ലേ? ഇന്നലെ അത്തമായിരുന്നു. അത്തം 10-ന് തിരുവോണം അല്ലേ? 10 ദിവസം, ഇനി 10 ദിവസം ഇല്ല, ഇനി 9 ദിവസം. 9ഉം ഇല്ല. ഞാൻ വീഡിയോ വോയിസ് ചെയ്യുമ്പോൾ 9 ദിവസം, അതായത് നാളെ ആകുമ്പോൾ 8 ദിവസമേ ഉള്ളൂ ഓണത്തിന്. ഓണം എന്ന് പറയുന്നൊരു സംഭവമല്ലേ നമ്മുടെ മലയാളികൾക്ക്. എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നതല്ലേ ഓണം എന്ന് പറയുന്നത്. അത് ഭയങ്കര ഗ്രാൻഡ് അല്ലേ തിരുവോണം. ഭയങ്കര ഒരു സംഭവം തന്നെ അല്ലേ ഓണം എന്ന് പറയുന്നത്. എന്തായാലും വസ്ത്രയും ഒക്കെ നല്ല രീതിയിൽ നമുക്ക്, ഞാൻ ഇന്നലെയൊക്കെ ആലോചിക്കായിരുന്നു, എല്ലാ കച്ചവടക്കാർക്കും ഒരുപോലെ സെയിൽ കിട്ടുന്ന ഒരു ഇതാണ് ഓണം എന്ന് പറയുന്നത് അല്ലേ. ഓണം വരുമ്പോൾ പലരും പല കാര്യങ്ങൾ പുതിയത് വാങ്ങും. ചിലർ TV വാങ്ങും, ഫ്രിഡ്ജ് വാങ്ങും, വാഷിംഗ് മെഷീൻ വാങ്ങും, കാർ വാങ്ങുന്നവരുണ്ടാവും, വീട് വാങ്ങുന്നവരുണ്ടാവും. ഇതുപോലെ നമ്മളെപ്പോലെ ബിസിനസ്, സ്മോൾ ബിസിനസ് ആയിക്കോട്ടെ, ബിഗ് ബിസിനസ് ആയിക്കോട്ടെ, ഇപ്പോൾ ക്ലോത്തിങ് ആണെങ്കിൽ തുണികൾ വാങ്ങുന്നവരുണ്ടാവും, ജ്വല്ലറി വാങ്ങുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരിതല്ലേ ഓണം എന്ന് പറയുന്നത്. നമ്മൾ തന്നെ വസ്ത്രയുടെ സെയിൽ നിങ്ങൾ കണ്ടതല്ലേ, തറ നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഇത്രയും കുഞ്ഞൊരു ബിസിനസ്സായിട്ട് പോലും. ഇപ്പോൾ ബിഗ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനൊന്ന് റിലാക്സ് ആട്ടോ. ഇപ്പോൾ കാരണം നമ്മൾ ആ സ്റ്റോക്ക് എടുക്കുന്ന കുറച്ച് ദിവസമാണ് തറയിൽ നിൽക്കാൻ പറ്റാത്തത്. അല്ലാത്ത ഇപ്പോഴൊക്കെ നമുക്ക് ഒരു 50 ഓർഡറൊക്കെ കൂടുതലും കുറഞ്ഞതും വരത്തുള്ളൂ. അതൊക്കെ നമുക്ക് പതിയെ റിലാക്സ് ചെയ്ത് വെബ്സൈറ്റ് ത്രൂവും വാട്സപ്പ് ത്രൂവും ഇടയ്ക്കിടയ്ക്കൊക്കെ വരത്തുള്ളൂ. അതായത് ഒരു ഗ്യാപ്പ് ഇട്ടേ വരുള്ളൂ. മറ്റത് നിൽക്കാൻ പറ്റില്ല, മെസ്സേജസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാവർക്കും ഒരുപോലെ സന്തോഷം കിട്ടുന്ന ഒരു ഇതാണ് ഓണം എന്ന് പറയുന്നത്. ഓണം ഇങ്ങെത്തി, ഇനി അടുത്ത വർഷമേ ഓണം ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കൂ. ഞാൻ വസ്ത്രയുടെ വെബ്സൈറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. വേറെ വിശേഷം ഒന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. ഇന്നത്തെ മെയിൻ വിശേഷം എന്ന് പറയുന്നത് ഏറ്റവും നശിച്ചൊരു ദിവസമായിരുന്നു. ആ തിരുമല ബ്ലോക്കൊക്കെ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് പാടില്ലായിരുന്നു. 1 മണിക്കൂർ ആ ബൈക്കിൽ വന്നിട്ട് പോലും അനങ്ങാൻ പറ്റാതിരിക്കണമെങ്കിലുള്ളൊരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. അത്രയ്ക്ക് ദേഷ്യം വന്നിട്ടിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്നൊരു വേഷത്തിലാണ് വണ്ടി സർവീസിന് കൊടുക്കാനായിട്ട് പോയത്. ആ ഒരു വിഷമം. എന്തായാലും ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.